ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ ഫോണിൽ സാധാരണ 64 GB അല്ലെങ്കിൽ 32 GB 128 GB അല്ലെങ്കിൽ TB കണക്കിനോ നമുക്ക് സ്റ്റോറേജുകളായിരിക്കും നമ്മുടെ ഫോണുകളിൽ സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിൽ സ്റ്റോറേജുകൾ ഫുള്ളായി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യാറ് ഗ്യാലറിയിൽ നിന്നും ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസോ ഡോക്യുമെൻറ്റ്സോ ഓഡിയോസോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനുകളോ ഡിലീറ്റ് ചെയ്യുകയോ അൺഇൻസ്റ്റാൾ ചെയ്യുകയോ ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റോറേജ് കൂട്ടുകയാണ് പതിവ്. പക്ഷേ ഇങ്ങനെ സ്റ്റോറേജ് കൂട്ടിയാലും ഉദാഹരണമായിട്ട് നമ്മളുടെ ഫോണിൽ 64 GB ഉള്ളൊരു ഫോണിൽ 62 GB അല്ലെങ്കിൽ 61 GB ഫുള്ളായി കഴിയുമ്പോൾ തന്നെ നമ്മളുടെ ഫോൺ വളരെ സ്ലോ ആവുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള നമ്മളുടെ ഫോണിലുള്ള ലാർജ് ഫയലുകളോ അല്ലെങ്കിൽ വീഡിയോസുകളോ ഓഡിയോസുകളോ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പോൾ നമുക്ക് സാധാരണ നമ്മളുടെ സ്റ്റോറേജ് നല്ല കൂടിക്കിട്ടും. അപ്പോൾ നമുക്ക് സ്റ്റോറേജ് കൂട്ടിക്കിട്ടിയത് കൊണ്ട് മാത്രം നമ്മുടെ ഫോണിൻ്റെ ഒരു പെർഫോമൻസ് അത് നമുക്ക് പഴയ കണ്ടീഷനിൽ കിട്ടില്ല. അതായത് നമ്മൾ ഫോൺ വാങ്ങിയ സമയത്ത് നമുക്ക് കിട്ടിയ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, ആ പെർഫോമൻസ് നമുക്ക് കിട്ടില്ല. നമ്മൾ സാധാരണ നമ്മുടെ ഫോണിൽ 4 GB അല്ലെങ്കിൽ 2 GB 1 GB അല്ലെങ്കിൽ 6 GB അങ്ങനെയുള്ള GB കണക്കിനാണ് നമുക്ക് മെമ്മറി വരാറുള്ളത്. പക്ഷേ ഈ മെമ്മറി നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരാൾക്കും അറിയില്ല. അപ്പോൾ നമുക്ക് മെമ്മറി ക്ലീൻ ആക്കാനുള്ള ഒരു വിദ്യമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ജസ്റ്റ് നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് താഴെ കാണുന്ന സെർച്ച് ബാറിൽ ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, മെമ്മറി ക്ലീനർ എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ കാണാൻ കഴിയും മെമ്മറി ക്ലീനർ എന്നുള്ളൊരു ഇമോജിയുടെ പടമായിട്ടുള്ള ജസ്റ്റ് അത് അമർത്തുക. അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആയി കഴിയുമ്പോൾ നമ്മുടെ ഫോണിൽ ജസ്റ്റ് എത്ര മെമ്മറി ഉണ്ടെന്നും ഇപ്പോൾ നിലവിൽ ഉപയോഗിച്ചിട്ടുള്ള മെമ്മറി ഇവിടെ കാണാൻ കഴിയും. ജസ്റ്റ് ഫ്രീ മെമ്മറി എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിലവിൽ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും ക്ലോസ് ആയിട്ട് ഫ്രഷ് ആയിട്ട്